ഞാൻ ഇന്നലെ എനിക്കത് വലിയൊരു ഫീലിംഗായി മാറി വാസ്തവത്തിൽ. കാരണം നമ്മൾ ലോകകപ്പിൽ ഇന്ത്യ ലോകകപ്പിൽ കളിക്കുന്നു, തോൽക്കുന്നു. ആ സമയത്ത് നമുക്ക് എന്താണോ തോന്നുക ആ തോന്നല ഇന്നലെ ഉണ്ടായത്. നെയ്മറിൻ്റെ ഇറങ്ങിപ്പോക്ക് കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി വാസ്തവത്തിൽ. കാരണം ഞാൻ എൻ്റെ ചെറുപ്പകാലഘട്ടങ്ങളിൽ അന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞ് ഒന്നാണ് പെലെയുടെ ആദ്യ കളിയുടെ കാലത്തൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ മുത്തച്ഛൻ, അന്ന് പത്രങ്ങളാണുള്ളത്, അന്ന് പത്രം ഓടി വന്നിട്ട് വായിക്കുമ്പോൾ അപ്പം മുത്തച്ഛൻ കളിയാക്കും, ഇപ്പം പെലേൻ്റെ ആളാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയും അങ്ങേരുടെ പേര് പെലെ എന്നല്ല, പെലെ എന്നാണ്. എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്ന സമയത്ത്. എന്നാൽ പെലെ, ഗാരിഞ്ച, ജയർസിഞ്ഞോ, പിന്നെ തൊസ്താവോ ഗോൾ കീപ്പർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണെന്ന് കളിച്ചിരുന്നത്. പിന്നെ ജർമ്മനിയിൽ വരുമ്പോൾ മ്യൂളർ, സീലർ, അതുപോലെ തന്നെ ഫ്രാൻസ് ബെക്കൺ ബോവർ, ഒരിക്കലും കളികൾ വാസ്തവത്തിൽ ഇന്നുള്ള ആൾക്കൊക്കെ അതുപോലെ കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ യോഹാൻ ക്രൈഫ് വന്നപ്പോഴാണ് ഹോളണ്ടിനെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെയുള്ള കുറേ ഏറ്റവും കൂടുതൽ ഫോഴ്സിൽ പന്തടിക്കുന്ന ലോറി മാർക്ക് എന്ന ഒരാളുണ്ടായിരുന്നു. അവരേക്കും പുതിയ തലമുറയ്ക്ക് അറിയില്ല വാസ്തവത്തിൽ. അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിലും മനസ്സിലുണ്ടായിരുന്നത് ബ്രസീലാണ്. ഒന്നാമത് ബ്രസീലിൻ്റെ താരങ്ങൾ മുഴുവൻ ഒരു പരിധിവരെ, അതിൽ കുറേ താരങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു അനാട്ടമിയാണ് അവരെ കാണുമ്പോൾ. അപ്പം നെയ്മറൊക്കെ ഒരു കള്ളിമുള്ളും ചുറ്റി നമ്മളുടെ കൊച്ചിയിലോ അല്ലെങ്കിൽ തൃശ്ശൂരിലോ കിടന്ന് നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ പറയാം നെയ്മറിൻ്റെ ചായ ഉണ്ടെന്ന് പറയും. കാരണം അതേ സമയത്ത് ഹാലൻഡ് തൃശ്ശൂർ വന്ന് കിടന്ന് നടന്ന ആൾക്ക് പറയാം ഇയാൾ നമ്മുടെ നോർവേയിലെ ആളെല്ലാം ചോദിക്കും, തിരിച്ചറിയാൻ പറ്റും. പിന്നെ ബ്രസീലിനെ കുറിച്ചുള്ള നമ്മൾ തിന്നുന്ന കപ്പ ബ്രസീലിൽ നിന്ന് ലണ്ടനിൽ ഒരിക്കൽ പ്രദർശനത്തിന് കൊണ്ടുവന്നതാണ്. അതാണ് മൂലം തിരുനാളോ മറ്റോ ഇവിടേക്ക് കൊണ്ടുവന്നത്. അന്ന് ഇവിടെ കുറച്ച് ഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോൾ, പിന്നെ മാത്രമല്ല അവിടെ കപ്പ കൃഷി, അതുപോലെ കശുവണ്ടി കൃഷി, അതുപോലെ കൊക്കോ കൃഷി, നിറച്ച് പുഴകളാണ് ഈ ബ്രസീലിൽ. അപ്പം ആയതുകൊണ്ട് തന്നെ നമ്മളുടെ അവിടുത്തെ ജിയോഗ്രാഫിക്കൽ അനാട്ടമി, അവിടെ മനുഷ്യന്മാരുടെ അനാട്ടമിയൊക്കെ ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ട് ആ ഒരു സ്നേഹം കൂടി നമ്മുടെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു അവരെക്കുറിച്ച്. ഇന്നലത്തെ കളി ഞാൻ സാധാരണ ഈ രാത്രി ആയതുകൊണ്ട് പിറ്റേ ദിവസം കാലത്തൊക്കെയാവും കളിയെക്കുറിച്ച് കാണുക. പക്ഷെ ഇന്നലത്തെ കളി ഞാൻ പരിപൂർണമായിട്ട് കണ്ടു. ഞാൻ എന്തോ ഫൈനലിന് ബ്രസീലിൻ്റെ കളി കാണണം. ഫൈനലിന് ബ്രസീലെത്തുന്നുള്ളതിന് ഉറപ്പാണല്ലോ. അപ്പോൾ ഫൈനലിന് ബ്രസീലിൻ്റെ കളി കാണണം. ഫൈനലിൽ ചിലപ്പോൾ അർജൻറ്റീനയോ ആരെങ്കിലും വന്നാൽ ബ്രസീൽ തോൽക്കുകയോ ജയിക്കുകയോ ചെയ്യും, ആകട്ടെ. അപ്പോൾ ഫൈനലിന് കാണാം എന്ന് കരുതിയിരിക്കും. ഇന്നലെ രാത്രി ഞാൻ ടോയ്ലറ്റിൽ പോയി എഴുന്നേറ്റ സമയത്ത് വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ കാണുന്നത് 1-2 എന്നാണ് കാണുന്നത്. അപ്പോൾ 1 ബ്രസീലിൻ്റെ പക്ഷത്തും 2 നോർവേയുടെ ഭാഗത്തുമാണ്. ഞാൻ തിരിച്ചും മറിച്ചും വീണ്ടും നോക്കിയത് എന്താണ് ഈ സംഭവം എന്ന്. അത് കണ്ടപ്പോൾ ഇത്തിരി വിഷമം തോന്നി വാസ്തവത്തിൽ. ഇതിൽ ഇന്നലെ എല്ലാവർക്കും, പിന്നെ ഇന്ന് എല്ലാവരുടെയും മനസ്സിൽ തോന്നിയ കാര്യം എൻ്റെ മനസ്സിൽ തോന്നി, എന്തുകൊണ്ടാണ് ഈ നെയ്മറെപ്പോലൊരു കളിക്കാരൻ ഇന്നലെ ഇപ്പോൾ ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് കളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇന്നലെ നോർവേ എന്നൊരു കളിയൊന്നും കളിച്ചിട്ടില്ല. അവർക്ക് 90 മിനിറ്റ് കിടന്ന് ഓടാനുള്ള ശേഷിയുണ്ട്. അതിപ്പോൾ ഹാലൻഡൊക്കെയും ആരോ പറഞ്ഞു ഒരു കോഴിയെ മുഴുവൻ കഴിക്കുന്ന ഒരാളാണെന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട്. അങ്ങനെ ആഹാരം കഴിക്കുന്നൊരു ചിത്രം കണ്ടില്ലേ, 2 കവളത്തും ഇങ്ങനെ വീർത്ത് അങ്ങനെ ചവച്ചറക്കുന്നത്. അപ്പം അങ്ങനെ ശാരീരിക ശേഷിയും ആ ഉയരവും കാര്യങ്ങളൊക്കെ വെച്ച് കളിച്ചു എന്നല്ലാതെ കളി
ഫുട്ബോൾ കളി എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതിപ്പോൾ യോഹാൻ ക്രൈഫ് കളിക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു ശൈലിയാണ്. പക്ഷേ നമ്മളുടെ ഒരു കേരളീയൻ എന്നുള്ളതെങ്കിൽ ഞാൻ 10ാം ക്ലാസ്സിലേക്കും കളിക്കുന്ന സമയത്ത് കേരളമോ കോളേജിലേക്കും ഇട്ടി മാത്യുവൊക്കെയും വന്നിട്ട് കളിക്കുന്ന സമയത്തൊക്കെയും ആരും ഇല്ലെങ്കിൽ ആ ഗോൾ പോസ്റ്റിലോ താൻ കയറിക്കൂടോ ഞാനെങ്കിൽ ഗോൾ പോസ്റ്റിൽ നിൽക്കുക അങ്ങനെ. അപ്പോൾ അതിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. നമ്മളുടെ കളി, നമ്മളുടെ വാസ്കോ സ്പോർട്സ് ക്ലബ്ബ്, ഇന്ത്യൻ എയർഫോഴ്സ്, MAG ബാംഗ്ലൂർ, അങ്ങനെയുള്ള നമ്മുടെ കുറേ കളിക്കാരൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ചാത്തുണ്ണിയൊക്കെ ഉണ്ടായിരുന്നു കുറേ ഇവിടെ ചാലക്കുടിയിൽ. അപ്പോൾ അവരുടെ കളിയുടെ ഒരു ഉയർന്ന ശൈലി അത് നമ്മുടെ ബ്രസീലിനേ ഉള്ളൂ. അപ്പം ഇന്നലത്തെ കളിയിൽ പറയുകയാണെങ്കിൽ, ഇന്നലെ ശരിക്കും പറയുകയാണെങ്കിൽ എന്നെ നിങ്ങളാരും കളിയാക്കിക്കൊണ്ട് വിഷമമില്ല. ഇയാൾക്ക് എന്ത് ഫുട്ബോളിനെ കുറിച്ച് അറിയാമെന്ന് എനിക്കത് വിഷമമൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായം മറ്റൊന്നായിരിക്കും. പക്ഷെ ഒരു കാര്യം പറയാം, ഇന്നലെ നോർവേ കളിച്ചൊന്നും ഫുട്ബോളൊന്നുമല്ല. അവർ വല്ല ബോക്സർമാരായിട്ട് പോകേണ്ട ആൾക്കാരാണ് അവർ, ശാരീരിക ശേഷി വെച്ച്. ഇന്നലെ ഫുട്ബോൾ കളിച്ചത്, ഫുട്ബോളിൻ്റെ മനോഹാരിത, ഫുട്ബോളിനൊരു കലയാക്കി മാറ്റി നമുക്ക് കാണിച്ചു തന്നത് നമ്മുടെ യേശുദാസിന് സ്റ്റേജിൽ കയറി പാടുന്ന പോലെ, അതിനിൽ അങ്ങനെ പത്മ സുബ്രഹ്മണ്യം അവരെ പോലെ ഡാൻസ് ആടുന്ന പോലെ, സിറ്റാർ വായിക്കുന്ന രവിശങ്കറിൻ്റെ പോലെയൊക്കെ എനിക്ക് തോന്നിയത്. അതുപോലത്തെ ഒരു മനോഹാരിത, എന്തൊരു മനോഹാരിതയാണ്. പക്ഷേ ഈ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെന്ന് പറഞ്ഞാൽ വന്ന ബോൾ അങ്ങോട്ട് അടിച്ചു വിടുക എന്നുള്ളതാണ് അവരുടെ പ്രധാന പരിപാടി. അപ്പോൾ ശാരീരിക ശേഷിയുള്ളവരായിരിക്കും പൊതുവെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുക, പിന്നിൽ നിൽക്കുക. പിന്നെ മധ്യത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഈ ബോൾ അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഏറ്റുവാങ്ങിയിട്ട് മുൻനിരയിലുള്ള ആൾക്കാർക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ നില വലുതായിട്ടൊരു പോരായ്മ അനുഭവപ്പെട്ടു. ഞാൻ ഈ TV-യിലല്ല മൊബൈലിലാണ് കാണുന്നത്. അപ്പം അതിനകത്ത് ഞാൻ വീണ്ടും ഓരോരുത്തർ ബോൾ കിട്ടുമ്പോൾ നെയ്മർ എന്ന് പറയുന്നത്, പക്ഷേ നെയ്മർ കളിച്ചിരുന്നില്ല. അപ്പോൾ ഞാനിത് സ്ഥിരം കാണുന്ന ഒരാളുണ്ട്, ബാസി എന്ന ആളുടെ പേര്. ഞാൻ രാത്രിക്ക് അങ്ങനെ ഫോൺ ചെയ്തപ്പോൾ അങ്ങനെ ഉണർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാസിയും മറ്റേ ഈ നെയ്മർ പിടുത്തം അങ്ങനെ ഉള്ളൊരു തെറി എന്നോടല്ല മോൻ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്താ ബാസി ചോദിച്ചു. അന്ന് നെയ്മറെ അവിടെ സീറ്റിൽ ഇരുത്തിയിരിക്കുകയാണ് രമേഷേ. ഭയങ്കര സങ്കടമായി, അയാളെ ഇറക്കുന്നില്ല, ഇയാൾക്ക് എന്താ തലയ്ക്ക് വട്ട് പിടിച്ചു, ഇയാൾ വല്ല കൈക്കൂലിയും വാങ്ങിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഈ ആഞ്ചലോട്ടിയെ കുറിച്ചിട്ട്. എന്താണ് ആഞ്ചലോട്ടിയുടെ അമിതമായിട്ടുള്ള വിശ്വാസം. അതായത് നെയ്മർ ഇല്ലെങ്കിലും അതിനൊരു കരയ്ക്ക് അടുപ്പിക്കാൻ പറ്റും, എന്നിട്ട് നെയ്മറിനെ അവസാനം ഒന്ന് അവതരിപ്പിക്കുക. നെയ്മർ ഗോളടിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടില്ല, അത് ഉറപ്പല്ലേ. നോർവേയെ പോലെയുള്ള ടീമിനെ മുമ്പിൽ കളിക്കുമ്പോൾ ഉറപ്പായിട്ട് നെയ്മർ ഇല്ലെങ്കിലും ജയിക്കുമെന്ന് ഉറപ്പാണ്. പിന്നെ അവസാനം ഒന്ന് നെയ്മറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറക്കാൻ നിർദ്ദേശിച്ചിട്ട് അങ്ങനെ ഇരുന്നത്. പക്ഷെ കളി കൈവിട്ട് പോയി എന്നുള്ളതാണ്. ആയതുകൊണ്ടത് ഇന്നലെ ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി. അവർ ബ്രസീൽ തോറ്റു എന്നുള്ളതല്ല, ആ നെയ്മർ അവിടെ വെച്ച് പ്രഖ്യാപിച്ചില്ലേ ഞാൻ കളിക്കുന്നില്ല എന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേട്ടോ, നെയ്മർ കളി നിർത്തി കളം വിടുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെക്ക് ഇനിയും സമയമുണ്ട്. പിന്നെ ആ പരിക്കിൻ്റെ കാര്യം, പുറത്തൊരു ഇടി കിട്ടിയിട്ടൊരു പരിക്കാണത്. ആ ഒരു കാര്യത്തിൽ എന്താവുമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ വെച്ചിട്ട് ഇനിയും ഒരിക്കൽ കൂടി അങ്ങനെയൊക്കെ ഇനി കളിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് അറിയില്ല. പക്ഷേ മനസ്സിങ്ങനെ തുടിക്കുന്നു. നമ്മളുടെ ഒരു മോഹമായിരിക്കാം, നമ്മുടെ മനസ്സിങ്ങനെ തുടിക്കുന്നു നെയ്മർ ഒരിക്കൽ കൂടി കളത്തിൽ വരണം എന്നുള്ളത്. ഇന്നലത്തെ കളിയിൽ ശരിക്ക് നമ്മളുടെ പഴയ റൊണാൾഡോ, ബ്രസീലിൻ്റെ റൊണാൾഡോ, ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല, ഇതിൻ്റെ ബ്രസീലിൻ്റെ റൊണാൾഡോ അങ്ങനെ ഫിനിഷിങ് ചെയ്യാൻ അതിവിദഗ്ധനാണ്. അതായത് ഫിനിഷിങ്ങിൽ ഗോളിയുടെ മുമ്പിൽ വെച്ചാൽ അങ്ങനെ ചിലപ്പോൾ ഡ്രിബിൾ ചെയ്യും കാര്യങ്ങൾ. അങ്ങനൊരു മനുഷ്യനാണ്, അങ്ങനെ ഒരു ഭയവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഇങ്ങനെയുണ്ടല്ലോ റൊണാൾഡീഞ്ഞോ, അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ എൻ്റെ മനസ്സ് പറയുന്നത് ഒരു 5 ഗോളെങ്കിലും നോർവേയുടെ വലയിൽ വീഴേണ്ടതാണ്. നിങ്ങളൊക്കെയും കണ്ടതാണല്ലോ, ഒരു 5 ഗോൾ, മിനിമം ഒരു 5 ഗോൾ നോർവേയുടെ വലയിലെത്തേണ്ടതാണ്. പക്ഷെ ഇന്നലെ ആ ബോൾ എനിക്ക് തോന്നി, ഈശ്വര ആ ബ്രസീലിൻ്റെ മുൻനിരയിൽ ഞാനുണ്ടെങ്കിൽ ഞാൻ അടിച്ച 2 ഗോൾ എന്നിങ്ങനെ തോന്നുകയാണ്. അങ്ങനെ മനസ്സിങ്ങനെ വെമ്പുകയാണ്. അങ്ങനെ
അതുപോലെ തന്നെ തളികയിൽ വെച്ച് കൊടുക്കുന്ന പോലെയാണ് ബോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് ഇവരുടെ നോർവേയുടെ വലയുടെ അവിടെ വരെ എത്തിച്ചത്, ഗോൾ കീപ്പറുടെ മുമ്പിൽ എത്തിച്ചത്. പക്ഷേ ഫിനിഷിങ് അത് വല്ലാത്തൊരു, അതായത് എത്ര ബോളാണ് അവിടേക്ക് കയറിപ്പോയതെന്ന് അറിയാമോ? ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവർ 2 ഗോളടിച്ചത്? അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുന്ന വാസ്തവത്തിൽ. ബ്രസീലിൻ്റെ ആ ഒരു പഴയകാല പ്രൗഢി ഇത് തന്നെയാണ് ജർമ്മനിക്കും സംഭവിച്ചത്. ജർമ്മനിയുടെ മ്യൂളർ, അവരുടെ സീലർ, അവരുടെ മത്തേവൂസ്, അതുപോലെ തന്നെ അവരുടെ ഫ്രാൻസ് ബെക്കൻബോർ എന്നൊക്കെയും പറഞ്ഞ് അദ്ദേഹത്തെ എന്തോ ക്യാപ്റ്റനെന്നോ കേണലെന്നോ എന്തോ വിളിക്കുക അദ്ദേഹത്തെ. അതുപോലൊരു മനുഷ്യനായിരുന്നു. പിന്നിലാണ് നിന്നിരുന്നത് അദ്ദേഹം. നമ്മൾ ബാക്കിൽ നിന്ന് പറയില്ലേ, ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു എൻ്റെ ക്യാപ്റ്റൻ. കൈസർ എന്നാണ് പറഞ്ഞത്, കൈസർ ചക്രവർത്തി എന്നാണ് പറഞ്ഞിരുന്നത്. എന്തോ ഇന്നലത്തെ ആ ഒരു, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പം എന്നോട് ആളൊന്ന് ചോദിക്കുക ഹാമി എന്തത്ര ഫീലിംഗ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, ഇന്ത്യൻ ടീം തോറ്റു. അതാണ് എൻ്റെ മനസ്സിൽ. ഇന്ത്യൻ ടീം തോറ്റു, ബ്രസീൽ ടീം തോറ്റു എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല. ഇന്ത്യൻ ടീം തോറ്റു, അതാണ് സംഭവിച്ചത്. അതാണ് എൻ്റെ മനസ്സിൽ വന്നത്, അതാണ് എൻ്റെ മനസ്സിൽ ദുഃഖം. എനിക്ക് നെയ്മറോട് പറയാൻ, അങ്ങേക്ക് പ്രായത്തിൻ്റെ പേരിൽ പിന്മാറിപ്പോകരുത്. പിന്നെ ശാരീരിക ക്ഷമതക്കുറവോ 90 മിനിറ്റ് കളിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളോ അങ്ങേക്കും ഉണ്ടെങ്കിലോ ഒക്കെ നമ്മളൊക്കെ അത് ആ സങ്കടത്തോടു കൂടി തന്നെ അങ്ങയുടെ ആ അവസ്ഥ നമുക്ക് മനസ്സാക്കിയെടുക്കാൻ കഴിയും. ഇനി ഒരിക്കൽ കൂടി അങ്ങ് ലോകകപ്പിൻ്റെ ടീമിലുണ്ടാവില്ല. ഇനി വല്ല കോച്ചിങ് ആ പ്രോഗ്രാമായിട്ടോ അല്ലെങ്കിൽ കമൻറ്റേറ്ററായിട്ടോ അങ്ങനെയൊക്കെ അങ്ങ് ഉണ്ടാവുള്ളൂ. എന്തായാലും ഇന്നലത്തെ ദിവസം തന്നെ കളി കണ്ടപ്പോൾ നെയ്മറിൻ്റെ അവസാനത്തെ കളി എന്ന് പറയുന്നു, അത് കാണാൻ കഴിഞ്ഞല്ലോ. അത് യാദൃച്ഛികമായിട്ടാണ്, ഒന്ന് വെറുതെ നോക്കിയതാണ്. അല്ലെങ്കിൽ ലോകകപ്പിൻ്റെ ഫൈനൽ നോക്കിയിരുന്നേനെ, അവിടെ ബ്രസീൽ ഉണ്ടാവില്ലല്ലോ. ഇന്നലെ ഫുട്ബോൾ അത് മനസ്സിൽ അത്യാവശ്യം സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇന്നലെ ബ്രസീലിൻ്റെ തോൽവി ശരിക്കൊരു സങ്കടം ഉണ്ടാക്കി വെച്ചു. അല്ലാണ്ട് എന്ത് പറയാൻ. നെയ്മർ വീണ്ടും എൻ്റെ മനസ്സിൽ തേറ്റി വരുന്നൊരു കാര്യമാണ്, ആ നെയ്മർ തുടക്കത്തിൽ ഇറങ്ങിയില്ല. ആ പെനാൽറ്റി പോലും, പെനാൽറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ അതിനെക്കുറിച്ചൊക്കെയും പെനാൽറ്റിയുടെ ശാസ്ത്രങ്ങളെക്കുറിച്ചൊക്കെയും പലയിടത്തും വായിച്ചിട്ടുണ്ട്. അതിൽ ഈ ഗോൾ കീപ്പറുടെ കാല് ഇങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കുമ്പോൾ, അങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കുമ്പോൾ ആ ചെരിഞ്ഞ ഭാഗത്ത് വീണ്ടും ചെരിയാൻ പറ്റില്ല. ചെരിഞ്ഞ ഭാഗത്ത് കാല് കൂടുതൽ ഫോഴ്സിലാണ് കുത്തി നിൽക്കുന്നത്. അപ്പോൾ ഇടത്തോട്ട് ചെരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങേരുടെ പോക്ക് വലത്തോട്ടായിരിക്കും. ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് പെനാൽറ്റി അവർ അടിക്കുന്നത്. അതിപ്പോൾ ഇന്നലത്തെ പെനാൽറ്റി അടിച്ച് കളഞ്ഞതൊക്കെയും വലിയ തെറ്റായി മാറി. അതൊക്കെയും നമ്മളുടെ നെയ്മറയ്ക്കാണെങ്കിൽ ഗോളായി തന്നെ. പിന്നെന്താ, ബ്രസീൽ തോറ്റു, അത്രേ പറയാനുള്ളൂ. ബ്രസീൽ തോറ്റു, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം, അത്രമാത്രം. നമസ്കാരം.